ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെ മാരകമായി ആക്രമിച്ചുകൊണ്ടാണ് ഇന്നലെ ഹിസ്ബുള്ള പ്രതികാരം വീട്ടിയത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ബെയ്റൂട്ടിലും ലെബനോണിലും നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് ഇന്നലെ ഹിസ്ബുള്ള ആക്രമിച്ചത്. ടെല്ലവീവ്, ഹൈഫ, നഹാരിയ തുടങ്ങിയ മേഖലകളിലാണ് ലെബനോൻ്റെ ആക്രമണമുണ്ടായത്. അതിൽ തന്നെ ടെല്ലവീവ് പട്ടണത്തിൻ്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ അതിഭയങ്കരമായ നാശനഷ്ടം വരുത്തിയാണ് ഇന്നലത്തെ ആക്രമണം ഉണ്ടായത്. നെതന്യാഹു അതിൽ വളരെയധികം പരിഭ്രമിച്ചിട്ടുണ്ട്, പരിഭ്രാന്തിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ടെല്ലവീവിലെ സൈനിക താവളങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, ജനവാസ കേന്ദ്രങ്ങൾ, റോഡുകൾ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും ആക്രമിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇന്നലെ ഒരു തീമഴ പെയ്ച്ചത്. ഈ ടെല്ലവീവും ഹൈഫയും തമ്മിൽ 91 കിലോമീറ്റർ ദൂരമാണുള്ളത്. അതുപോലെ തന്നെ ടെല്ലവീവും നഹാരിയും തമ്മിൽ ഏതാണ്ട് 120 കിലോമീറ്ററും ദൂരമുണ്ട്. ഈ നഹാരിയയിലും ടെല്ലവീവിലും ഈ ഹൈഫയിലും എല്ലാം കൂടി ഏതാണ്ട് ഒരു 340ഓളം മിസൈലുകളാണ് ഇന്നലെ ഹിസ്ബുള്ള അങ്ങോട്ട് വർഷിച്ചത്. ഇറാൻ്റെ ഫാദി 6, ഖാദർ 2 തുടങ്ങിയ മാരകമായ അതിപ്രഹരശേഷിയുള്ള മിസൈലാണ് അവർ ഇന്നലെ അതിനുവേണ്ടി ഉപയോഗിച്ചത്. മിസൈൽ മഴയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിൽ ഈ മാധ്യമ വിലക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് പുറം ലോകത്ത് കൂടുതലായ വിവരങ്ങളൊന്നും കിട്ടില്ല. മരണസംഖ്യകൾ, പരിക്കുകളൊന്നും അറിയില്ല. അവർ പറയുന്ന ഓരോ ആക്രമണം കഴിയുമ്പോഴും ഞങ്ങൾക്ക് 2 പേരെ പരിക്ക് പറ്റി, 3 പേര് കിടപ്പിലായി, ഇതൊക്കെയാണ് അവർ പറയുന്നത്. അല്ലെ ഒരാൾ ഓടിയപ്പം വീണ് മുട്ടയിലെ തൊലി പോയി, ഇതൊക്കെയാണ്. ഇത്രയും വലിയ ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ നാട്ടുകാരെല്ലാം കൂടെ വീഴുന്ന മിസൈൽ കൈകൊണ്ട് പിടിച്ചിട്ട് ഓടിച്ച് കളയാമെന്ന് ഓർക്കും നമുക്ക് ഇവരുടെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ. സത്യത്തിൽ അതല്ല. ഇസ്രായേലിൽ വൻ നഷ്ടമുണ്ട്. ഇസ്രായേലിൽ ഈ 2024 സെൻസസ് അനുസരിച്ച് ഏതാണ്ട് 97 ലക്ഷം ജനങ്ങളാണുള്ളത്. 1 കോടി പോലും ഇല്ല. അതിലേതാണ്ട് 10-25 ലക്ഷം ആൾക്കാർ ഇപ്പം തന്നെ പരിക്ക് പറ്റിയും ചത്തുമൊക്കെ ആയിട്ട് തീർന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേലികൾക്ക്. അത് പട്ടാളക്കാർക്കായാലും ശരി, നാട്ടുകാർക്കായാലും ശരി. മിസൈലുകൾ ത്രൂ ആയിട്ട് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ എവിടെ എന്താ സംഭവിക്കാത്തത്? എന്നിട്ട് തന്നെ ഈ ആൾക്കാർ ഈ നിലവറയിൽ ഒളിച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറേയെങ്കിലും മരണസംഖ്യ കുറയുന്നത്. ഈ പുറത്തേക്ക് ഈ വാർത്തകൾ വരുന്നത് ഇസ്രായേലിൽ തന്നെ ഉള്ളവർ തന്നെ ട്വിറ്ററിലും ഈ ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്ന ഓരോ വാർത്തകളിൽ നിന്നാണ് ലോകം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇസ്രായേലിന് എന്ത് നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളവരും ഗവൺമെൻറ് ഭാഗത്തൊന്നും ഉണ്ടാവില്ല. നെതന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം ഇപ്പോൾ ഒരു ഹരമാണല്ലോ. അമേരിക്ക യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്ന് ട്രംപ് ഇങ്ങനെ ആഗ്രഹിക്കണം. അദ്ദേഹം കയറുമ്പോൾ യുദ്ധമൊക്കെ തീർത്ത് വളരെ സമാധാനമായിട്ട് വിളിക്കുന്ന ഭരിച്ചാക്കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഈ നെതന്യാഹു സമ്മതിക്കില്ല. അയാൾ മരിക്കണം, അല്ലെങ്കിൽ ഈ യുദ്ധമൊക്കെ ജയിക്കണം. ഇതാണ് അതിൽ ആദ്യം പറഞ്ഞ കാര്യമേ നടക്കത്തുള്ളൂ. കാരണം നെതന്യാഹുവിൻ്റെ മരണം മാത്രമേ ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, അമേരിക്കൻ റിപ്പോർട്ടുണ്ടായിരുന്നു യുദ്ധം ഇസ്രായേൽ തോക്കുമെന്നുള്ളത് അമേരിക്കയ്ക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാണ് അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഈ നെതന്യാഹുവിനെ നിർബന്ധിക്കുന്നത്. പക്ഷേ ആ ബോധം ഇയാൾക്കില്ല. അയാൾ ഓർക്കുന്ന ഇപ്പോഴും യുദ്ധം ഇങ്ങനെ ജയിക്കും, ഞാൻ എന്നിട്ട് ലോകത്തിലെ വലിയ നേതാവാകും, ഇങ്ങനെയൊക്കെയാണ്. സത്യത്തിൽ വെറുതെയാണ്. അപ്പുറത്ത് ശത്രുക്കളുടെ എണ്ണം കൂടുകയാണ്. ഓരോരോ ആൾക്കാരിങ്ങനെ പുതിയ ആൾക്കാരിങ്ങനെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് പുതിയ ആയുധങ്ങൾ, ഇപ്പോൾ ഇറാനും റഷ്യയൊക്കെ കണ്ടുപിടിക്കുന്ന ആയുധങ്ങൾ ഇവിടെ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെല്ലവീവിൻ്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ വലിയ കുഴികൾ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇനി കുഴി മൂടാൻ വേണ്ടി ഈ മണ്ണിനെവിടെ പോകുന്നുള്ളതാണ് വിഷയം. മണ്ണ് വേണ്ടേ, കുഴിയെല്ലാം മൂടണ്ടേ? ആ കുഴിക്കകത്തോട്ട് ഒരു മിസൈലൂടെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ നെതന്യാഹു ഇരിക്കുന്ന നിലവറയ്ക്കകത്ത് എത്തും. ഈ നിലവറയെല്ലാം പൊട്ടിപ്പോവും. നെതന്യാഹു അതിനകത്ത് കിടന്ന് പൊട്ടത്തേ ഉള്ളൂ. അങ്ങനെയൊക്കെ സംഭവിക്കാം വരും ദിവസങ്ങളിൽ. ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ളയുടെ ജനറൽ സെക്രട്ടറി, അതായത് പുതിയ തലവനുണ്ടല്ലോ, ഷെയ്ഖ് നയീം ഖാസിം, അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് പല തവണ ഇസ്രായേലിനെ താക്കീത് ചെയ്തതാണ്. ഈ ബെയ്റൂട്ടിലേക്ക് വന്ന് ഇങ്ങനെ ആക്രമിക്കുന്നതിന് അയാളോട് പലതവണ പറഞ്ഞതാണ്. പക്ഷേ അയാൾ അംഗീകരിക്കില്ല. ഈ തരം കിട്ടുമ്പോൾ വെളുക്കോളം കക്കും എന്ന് കേട്ടിട്ടില്ലേ? അയാൾ ഓർക്കുന്ന ഈ അടിക്കുന്നതിനൊന്നും തിരിച്ചടി കിട്ടുകയെന്ന്. അയാളടിക്കുന്ന ഓരോന്നിനും തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരത് കണക്കൂട്ടിയിരിക്കുകയാണ്. ഇയാളുടെ ആക്രമണം കഴിഞ്ഞ് ഇയാൾ പിൻവലിക്കുമ്പം ഇവരങ്ങോട്ട് പോയിട്ട് ആക്രമിക്കുക, അങ്ങോട്ടും പരസ്പരം ഇവർ ആക്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നയീം ഖാസിം പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ട്, ഇനി ഞങ്ങൾ പുതിയ പ്രയോഗിക്കാനുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്.
അത് വീണ്ടും ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കരുത്. ഇനി മുന്നറിയിപ്പുകൾ ഉണ്ടാവില്ല, മുഖം നോക്കില്ല, സ്ഥലം നോക്കില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിനു മുമ്പ് ഇവർ ഈ ഹിസ്ബുള്ള ജനവാസ കേന്ദ്രങ്ങളോ സിറ്റികളൊന്നും അവർ ആക്രമിക്കില്ലായിരുന്നു. അവർ ലെബനോൻ്റെ അതിർത്തികളിലുള്ള കുറച്ച് സൈനിക ക്യാമ്പുകളാണ് അവർ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതല്ല, അത് നിർത്തിയിട്ട് സകലയിടത്തും ആക്രമിക്കുക, ജനങ്ങളെ ആക്രമിക്കുന്നുണ്ട്, വീടുകൾ ആക്രമിക്കുന്നുണ്ട്, എയർപോർട്ട് ആക്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കമ്പനികളെ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ഇതിൽ ഒരുപാട് കമ്പനികൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഒരുപാട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കമ്പനികളുണ്ട്, അതൊക്കെ ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇനി ഞങ്ങൾക്ക് മുന്നറിയിപ്പ് ഉണ്ടാവില്ല, ഇനി ഞങ്ങൾ വീണ്ടും അടിക്കും. അപ്പം ഇസ്രായേൽ ഇതിന് പകരം കിട്ടാൻ വേണ്ടി ഇന്നോ നാളെയോ പോയിട്ട് അവർ വീണ്ടും തിരിച്ചടിക്കും, മറ്റവർ തിരിച്ചടിക്കും. അങ്ങനെ യുദ്ധം തുടരുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യുദ്ധം മുറുകുകയാണ്. യുദ്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് രണ്ടിലൊന്നും അറിഞ്ഞേ പോകുക എന്നുള്ള രീതിയിൽ രണ്ട് കൂട്ടരും നീക്കുകയാണ്. സത്യത്തിൽ ഈ യുദ്ധത്തിൽ ഇസ്രായേലിന് നഷ്ടം തന്നെയാണ്, നെതന്യാഹുവിന് നഷ്ടം തന്നെയാണ്. യുദ്ധം അവസാനിപ്പിച്ചാൽ അയാൾ ജയിലിൽ പോകും. ഇപ്പോൾ ഇൻ്റർനാഷണൽ കോടതി അയാൾക്ക് യുദ്ധ കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്, അയാൾക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞാൽ അയാൾപ്പെട്ട് വീഴും, പിന്നെ ഗോതമ്പുണ്ടെങ്കിൽ ചെന്ന് അല്ല ജയിലിലും കിടക്കാം. അതുകൊണ്ടായിരിക്കും അയാൾ യുദ്ധം അവസാനിപ്പിക്കാത്തത്. യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ വിചാരണ ഉണ്ടാവും, അയാൾ പിടിക്കപ്പെടും, പിന്നെ അയാൾക്ക് രക്ഷ ഉണ്ടാവില്ല. അതിനേക്കാൾ നല്ലത് ഈ യുദ്ധം ചെയ്ത് ഒന്നിലേ മരിക്കുക, അല്ലെങ്കിൽ വിജയിക്കുക. അഥവാ ഇനി എന്ത് സംഭവിച്ചാലും ഈ യുദ്ധത്തിൽ ലാഭം ഉണ്ടാകുന്ന ഗസക്കാർക്ക് തന്നെയാവും. അവർക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രം കിട്ടിയാൽ അതവർക്ക് ലാഭം തന്നെയല്ലേ. നമ്മുടെ ഇന്ത്യയൊക്കെ പണ്ട് ഇതുപോലെയല്ലായിരുന്നു. നമ്മൾ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, അടിമേടിച്ചിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, എല്ലാം ചെയ്തു. അവസാനം നമുക്ക് രാജ്യം കിട്ടിയപ്പോൾ നമ്മൾ വിജയിച്ചു. അധിനിവേശ ശക്തികളെ അടിച്ച് ഓടിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. അപ്പോൾ ഇന്ത്യയിലുള്ള സംഘികൾ, ക്രിസംഘികൾ ഇവരെല്ലാം പറയുന്നത് ഈ ഗസക്കാർ അല്ലെ ഹമാസുകാർ തീവ്രവാദികളാ, ലെബനോനികൾ തീവ്രവാദികളാ. എങ്ങനെ തീവ്രവാദികളാകുന്നത്? അങ്ങനെ തീവ്രവാദികൾ നമ്മുടെ ഗാന്ധി, നെഹ്റു ഒക്കെ തീവ്രവാദിയാകുകയല്ലേ? ഇവരൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ്. ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കുക, അമേരിക്കയുടെ അധിനിവേശം അവസാനിപ്പിക്കുക. അപ്പോൾ അതിനുവേണ്ടി പോരാടുമ്പോൾ അതിനെ തീവ്രവാദികളെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നാളെ അവർക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രം കിട്ടിക്കഴിഞ്ഞാൽ അവരതിനെ ജനാധിപത്യ രാഷ്ട്രമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തീവ്രവാദി എന്ന് പറയാൻ വിളിക്കാൻ പറ്റില്ല. അഫ്ഗാനിസ്ഥാൻ അത് തന്നെയല്ലായിരുന്നോ? അഫ്ഗാനിസ്ഥാൻ എന്തായിരുന്ന അവസ്ഥ? ഭയങ്കര തീവ്രവാദികളൊന്നും ഇപ്പം ആരും മിണ്ടുന്നില്ലല്ലോ. അങ്ങനെയാണ്, സ്വന്തമായിട്ട് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, ജനാധിപത്യ രാഷ്ട്രമായിട്ട് മറ്റു രാജ്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊന്നും ചുമ്മാ തള്ളി മറിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. എന്തായാലും ഞാനിവിടെ ഈ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.